ശരി. യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദൃശ്യങ്ങൾ പകർത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യരുതെന്നും ഖത്തർ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അബ്ബാസ് ചേരുന്നു. അബ്ബാസ്, എന്താണ് ഖത്തറിന്റെ നിർദ്ദേശം? ഇഷാദ്, ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ദോഹയിൽ ആക്രമണം എന്നൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച്, ഇവിടുത്തെ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിവുണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. അഥവാ ദോഹയിൽ ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ഭയങ്കര അറ്റാക്ക് ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കരുത്. കാരണം ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമാക്കിയിട്ടുള്ള ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകളാണ്. ആ മിസൈൽ അറ്റാക്കുകളെയാണ് ഇവിടുത്തെ വ്യോമസേനയും അതുപോലെ ഫൈറ്റർ ജെറ്റുകളും ഉപയോഗിച്ചിട്ട് ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നത്. ഇതാണ് ഇതിലെ വസ്തുത എന്ന് പറയുന്നത്. അല്ലാതെ ഖത്തറിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇവിടെ ആകെ അറ്റാക്കാണ് എന്നുള്ള രീതിയിൽ നാട്ടിലുള്ള ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. നിലവിൽ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ അൽ ഉദൈദ് വ്യോമത്താവളത്തിലേക്ക് മിസൈലുകൾ വരുന്നു. ആ മിസൈലുകളെ ഇവിടുത്തെ വ്യോമസേന അവരുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നു. ആ ശബ്ദം ദോഹയിൽ കേൾക്കുന്നു എന്നുള്ളതാണ്. ദോഹ അത്ര ഒരു ചെറിയ സ്ഥലമാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, തലസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന വലിയൊരു പ്രദേശമല്ല. ജിയോഗ്രഫിക്കലി അത്ര എല്ലാവർക്കും കേൾക്കാവുന്ന ഇതിൻ്റെ ഇൻ്റർസെപ്ഷൻ രാത്രിയാണെങ്കിൽ അത് നമുക്കൊക്കെ കാണാൻ പറ്റാവുന്ന ഒരു രംഗമാണ്. നമ്മളൊക്കെ കണ്ടതുമാണ്. ഇവിടെ മിക്കവാറും ആളുകൾ അത് കണ്ടതുമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ദോഹയിൽ ആക്രമണം എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ദോഹക്കെതിരെ ഉണ്ടായി എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ വരുന്ന ആക്രമണത്തെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അബ്ബാസാണ് വിവരങ്ങൾ നൽകുന്നത്.